ഹലോ. ഇപ്പം ബിഗ് ബോസ് അതിൻ്റെ മെയിൻ ഐറ്റംസ് ഹ്യൂമിലിയേഷൻ, സാഡിസം, പിന്നെ കുറേ ഹേട്രഡ്, പിന്നെ ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്തായാൽ കാണാൻ നല്ല ചെയ്യല, ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് ആയിട്ടാണ്. അതുപോലെ അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത് താല്പര്യമുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഷോ ആണ് വോയറിസം. അപ്പോൾ ഇതിൽ ഇന്നാൾ ഞാൻ എന്തോ നോക്കിയപ്പോഴേ യൂട്യൂബിൽ പെട്ടെന്ന് വന്നത് യൂട്യൂബ് അല്ലല്ലോ ബിഗ് ബോസ് ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും ക്ലോസ് ചെയ്യാൻ പോകുന്നുണ്ടോ, പക്ഷെ അതൊരു ഹോക്സ് ആണ്. കാരണം അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ക്ലോസ് ചെയ്യത്തില്ല. അത് ആക്ച്വലി എന്തോ ആരോ കേസല്ല കൊടുത്തത്, സുപ്രീം കോടതി എങ്ങാണ്ട് പറഞ്ഞിരുന്നു. അവർ പറഞ്ഞതല്ല, നമ്മൾ ആരോ ഇങ്ങനെ പറഞ്ഞു തട്ടി. ഇത് വളരെ കാണാൻ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നത്. എസ്പെഷ്യലി കുട്ടികളൊക്കെ ഈ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമായതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിന് മാറ്റിയില്ലെങ്കിൽ ഈ ഷോ കണ്ടിന്യൂ ചെയ്യരുത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതെ, അപ്പോൾ ശരിക്കും അത് ക്ലോസ് ചെയ്യോ? ഇല്ല, ക്ലോസ് ചെയ്യത്തില്ല. കാരണം ഇതിലെ കുറേ കാര്യങ്ങൾ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. ഇത് ബേസിക്കലി ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് വ്യൂസ് അത് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ അതേ സമയത്ത് ബ്രാൻഡ്സിന് അതായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലോയിഡ് ഇലക്ട്രിക്കൽസ്, അതുപോലെ മൈജി, അങ്ങനെ പല ഇതൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇതിലെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഹ്യൂമിലിറ്റൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു ജോൺറയുണ്ട്. ഹ്യൂമിലിറ്റൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ജോൺറ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വല്ലയിടത്തും മടി നടക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും കൂടെ പോയിട്ട് അത് നോക്കും എന്താ അവിടെ സംഭവിക്കുന്നതെന്നുള്ളത്. അത് കാണാനും പിന്നെ ഈ സാഡിസം എന്നുള്ള സംഭവം നമ്മുടെയൊക്കെ ഉള്ളിൽ, അതായത് കാണാൻ ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിൽ ശരിക്കും ഉണ്ട്. അപ്പോൾ അതിനെ ലിവറേജ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ബിഗ് ബോസ്. എത്ര നമ്മൾ അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞാലും നമുക്ക് പല സിറ്റുവേഷൻസ് നമ്മൾ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഞങ്ങളങ്ങനെയാണെന്നല്ല കേട്ടോ പറയണേ, നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്നല്ല. പക്ഷേ ചില സിറ്റുവേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എത്ര നമ്മൾ അങ്ങനെ അല്ലെന്ന് വിചാരിച്ചാലും ചില സിറ്റുവേഷൻസിൽ നമുക്കത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് രണ്ടുപേരും തമ്മിൽ വഴക്കിടുമ്പോൾ എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയാണ് അത് മാറ്റുന്നതിനെക്കാട്ടിലും നമുക്ക് തലയിൽ വരുന്നത്. കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു എന്റർടൈൻമെന്റ്, ഇഷ്ടമല്ല എന്റർടൈൻമെന്റ്, ഇഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും കൂടുതൽ എന്റർടൈൻമെന്റും ക്യൂരിയോസിറ്റിയും ഒക്കെ ഉള്ളതാണ്. ഇപ്പം പണ്ടത്തെ കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഗ്ലാഡിയേറ്റർ സിനിമയിലൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പം എനിക്കൊന്ന് ഗെയിം ഓഫ് ത്രോൺസിലും അങ്ങനെ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി കേരളത്തിലൊക്കെ പല മൂവീസിൽ, പഴയ മൂവീസിലെ പഴയ കാലത്തെ കാണിക്കുന്ന മൂവീസിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ലൈക്ക് അടി കൂടുന്നു, രണ്ടുപേർ അടി കൂടുന്നു, അത് കാണാനായിട്ട് കുറേ കാണികൾ. അപ്പം അതിൽ ഒരു എന്റർടൈൻമെന്റ് കിട്ടുന്നു. അതേ ഒരു സംഭവം കുറച്ചുകൂടെ സിവിലൈസ്ഡ് അപ്രോച്ചിലോട്ട് കൊണ്ടുവന്ന ഒരു അതെ ഒരു ഫോർമാറ്റാണ് ഈ സംഭവം. കാരണം ഇതുകൊണ്ട് തന്നെ ഹരം കൊള്ളുന്ന, കണ്ടിട്ട് അത് ഹരം കൊള്ളുന്ന, ഹരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നു എന്നല്ല, അതിൽ നിന്നൊരു എലിവേറ്റഡ് റെസ്പോൺസ്, എലിവേറ്റഡ് ഇമോഷണൽ റെസ്പോൺസ് വരുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അതിൻ്റെ കമൻസും അവരുടെ വീഡിയോസിൻ്റെ താഴെയുള്ള കമൻസിലൊക്കെ പലതും നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇന്ന കണ്ടസ്റ്റൻ്റ് തലമണ്ട അടിച്ച് പൊട്ടിക്കുന്ന ആൾക്ക് ഞാനൊരു സമ്മാനം കൊടുക്കും. പിന്നെ എൻ്റെ പിള്ളേർ ഇത് കാണാൻ പറ്റുന്നില്ല കാരണം അതിൽ കുറേ അശ്ലീലങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറേ ഇത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും എലിവേറ്റഡ് റെസ്പോൺസ് ഇത് ട്രിഗർ ചെയ്യുന്നുണ്ട് ഈ ഷോ. ബേസിക്കലി ഇത് ഇന്ത്യയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഹിന്ദിയിലാണല്ലോ വന്നത്. അപ്പോൾ നമ്മുടെ മലയാളികൾ മാത്രമല്ല, ഈ മൊത്തം ഇന്ത്യയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. അവരാരും അത് ഇഷ്ടപ്പെടുമെന്ന് സമ്മതിക്കത്തുമില്ല. അവർ ചിലപ്പോൾ അവർക്ക് പോലും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത്ര പോളിഷ്ഡ് വേയിൽ കാണിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നുന്നത് അവരെന്തോ നല്ല കാര്യം കാണുന്നു എന്നാണ്. അവർ റിയലൈസേ ചെയ്യുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആക്ച്വലി കാണുന്നത്. ഇത് തന്നെ ഒരു അല്ലാത്ത സിറ്റുവേഷൻസിൽ പറഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും ഇതെന്താ ഇങ്ങനെയല്ല എന്ന്. പക്ഷെ ഇത് ഭംഗിക്ക് കാണുന്നത് കൊണ്ട് നമ്മൾ റിയലൈസ് ചെയ്യാണ്ട് നല്ല കാര്യം കാണുന്നു വിചാരിക്കുന്നേ ഉള്ളൂ. അതെ. പിന്നെ അതിൻ്റെ കൂടെ ഇതിൽ ഷോ ഹോസ്റ്റ് ചെയ്യുന്ന മോഹൻലാൽ വന്നിട്ട് ഇടയ്ക്ക് അത് കൂടുതൽ ട്രിഗർ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നു, കുറേ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞു. ഇപ്പം എങ്ങാനും അത് ശരിക്കുമായിരുന്നെങ്കിൽ, ഇപ്പം അതിൽ ആക്ച്വൽ റെസ്പോൺസും എല്ലാം പറയേണ്ടതായിരുന്നെങ്കിൽ മോഹൻലാൽ പറഞ്ഞു തന്നെ ഇത് കൂടുതൽ ചെയ്യൂ, മറ്റത് കൂടുതൽ ചെയ്യൂ, മറ്റതല്ലാതെ ഇത് വന്നിട്ട് എന്തോ പിള്ളേരെ ശാസിക്കുന്ന പോലെ ഒരു വീഡിയോ കണ്ടത്, പിള്ളേരെ ശാസിക്കുന്ന പോലെ. രണ്ടുപേര്, എനിക്ക് അവരുടെ പേര് ഞങ്ങൾ ബിഗ് ബോസ് കാണുന്നവരല്ല, പക്ഷെ രണ്ടുപേര് തമ്മിൽ എന്തോ ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം മോഹൻലാൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നു ഇങ്ങനെയല്ല. അപ്പം അവർ പറഞ്ഞില്ല ഞങ്ങൾ ഇനി അങ്ങനെ ചെയ്യില്ല, സോറി സാർ, നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ല, സോറി സാർ. വീട്ടിൽ വഴക്ക് പറഞ്ഞ് നമ്മളെന്തോ രണ്ട് കുട്ടികൾ തമ്മിൽ വഴക്കിടുന്ന പോലെയൊക്കെ. എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും മോഹൻലാൽ ആണെങ്കിൽ പോലും സ്വന്തമായിട്ട് വലിയ താല്പര്യം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ട് റവന്യൂ അല്ല അതിന് വേണ്ടിയിട്ടുള്ള ബ്രാൻഡ് അംബാസഡർ എന്നുള്ള രീതിയിൽ പിന്നെ ആദ്യമേ തുടങ്ങി ആ ഒരു ഇതിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പം തമിഴില് കമലഹാസനൊക്കെ പോലെ കംപ്ലീറ്റ്ലി അല്ലെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആരെപ്പോ ആരോട് വഴക്കിടണം. അതെ, സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതിൽ കൂടുതൽ എന്ത് പറയണം എന്നുള്ളതല്ല, ഓക്കെ നെക്സ്റ്റ് ഈ സിറ്റുവേഷനാണ്, ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് അറിയാം. പിന്നെ ഇതേപോലെ ഇതിൽ തന്നെ പലവരും
അടി കൂടാനോ അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇതേപോലെ നെഗറ്റീവ് ഇമോഷൻ ഇവോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാൻ സാധ്യതയുള്ള ആരൊക്കെയുണ്ട് അവരെ കൂടുതൽ അതിൽ പെർസിസ്റ്റ് ചെയ്യണം. അതിൽ അവർ കൂടുതലുണ്ടെങ്കിൽ അതിനെ വീണ്ടും വീണ്ടും കൊളാബറേറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കുക. അല്ലാതെ ഭയങ്കര സൈലന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് റിയാക്ട് ചെയ്ത് പോകുന്നവരൊക്കെ സ്ലോലി അതിൽ നിന്ന് വീഡ് ഓഫ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതെ, അതേപോലെ തന്നെ അവർ അങ്ങനത്തെ ആൾക്കാരാണ് ചൂസ് ചെയ്യുന്നത്. പുറത്തുനിന്ന് നമ്മൾ ആദ്യം അവർ ചൂസ് ചെയ്യുമ്പോൾ പോലും ഒരു നോർമൽ ബിഹേവിയർ ഉള്ള ആൾക്കാരെ അവർ ചൂസ് ചെയ്യില്ല. കുറച്ചെങ്കിലും ഇങ്ങനത്തെ എക്സെൻട്രിസിറ്റി എന്തെങ്കിലും കൂടുതൽ റിയാക്ട് ചെയ്യുന്നവരല്ലോ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഒരു രസമൊക്കെ. അതെ, അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെ ബേസിക്കലി ഹ്യൂമിലിറ്റൈൻമെന്റ് എന്ന് പറഞ്ഞ ഒരു ജോണറാണ്. പലർക്കും ഇത് അറിയത്തില്ല. വെളി രാജ്യങ്ങളിൽ ഈ അതിന്റെ ബിഗ് ബോസിന്റെ പേര് ബിഗ് ബോസ് ഉണ്ട്. ബിഗ് ബോസ് ആണ് എൻ്റെ പേരെന്ന് തോന്നുന്നു ഫസ്റ്റ് തുടങ്ങിയത് വെളിയിലൊക്കെയുള്ള. അപ്പം അതിലും ഈ ജോണർ വെച്ചിട്ട് തന്നെയാണുള്ളത്. എനിക്ക് തോന്നുന്നൊരു മൂവി ഉണ്ട് പണ്ട്, സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ ഉള്ള ഒരു മൂവി. അതിൽ ബേസിക്കലി പ്രിസണേഴ്സ് കുറേ പേര് ഒരു ഐലൻഡിൽ കൊണ്ടിടുന്നു, എന്നിട്ട് അവർ തമ്മിൽ അടി കൂടുന്നു. എന്നിട്ട് ഈ ഐലൻഡിൽ കുറേ സ്ഥലത്ത് ക്യാമറാസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറാസ് വെച്ചിട്ട് അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ സ്ട്രീം ചെയ്യുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഷോ ആണ്. അപ്പം അതിൽ ഈ പ്രിസണേഴ്സ് കുറേ പേര് തല്ലുകൂടുന്നു. എന്നിട്ട് ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പബ്ജിയിലൊക്കെ ഉള്ള പോലെ ബാറ്റിൽ റോയാൽ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് ആരാന്നുള്ള അത് കണ്ടുപിടിക്കുക. ആ ഒരു ഫോർമാറ്റ് തന്നെ അതിലും കാണിച്ചത് ഇതാണ്. അതിൽ പക്ഷേ ബ്രൂട്ടലി കില്ല് ചെയ്യുന്നു അങ്ങനത്തെ ഉള്ളതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ക്യാരക്ടർ അസാസിനേഷൻ അല്ലെങ്കിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യുക. അതെ, ആക്ച്വലി എന്താണെങ്കിലും ബേസിക്കലി പറയുന്നത് ഇതിൻ്റെ കൂടെ വേറെ അഡ്വാൻറ്റേജ് വെച്ചാൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പലരും ഫേമസ് ആവാൻ പറ്റും. ചിലപ്പോൾ ഇതിൻ്റെ ബാഡ് വേ ആയിരിക്കും ഫേമസ് ആവുന്നത്, നല്ല രീതിയിലും ചീത്ത രീതിയിലും ഫേമസ് ആവാം. അതുകൊണ്ട് തന്നെ ഇതിൽ വന്ന് ജോയിൻ ചെയ്യുന്നവരുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നവരുണ്ട്. കാരണം ഒരു പക്ഷേ വലിയ രീതിയിൽ ഫേമസ് ആവാത്തവരാണെങ്കിൽ ഈ ഒരു കാരണവശാൽ അവർ നല്ല പ്ലാറ്റ്ഫോമാണ്. എങ്ങനെ വന്നാലും പബ്ലിസിറ്റി, ഓൾ കൈൻഡ് ഓഫ് പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി. ബാഡ് പബ്ലിസിറ്റി ആയാലും ഗുഡ് പബ്ലിസിറ്റി ആയാലും ഇറ്റ്സ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞ പോലെ പേയ്മെന്റും കിട്ടുന്നുണ്ടാവും. ഉണ്ട്. അതാണല്ലോ മോട്ടിവേഷൻ. ഇപ്പം ദേ ആർ പുട്ടിങ് ദെയർ ക്യാരക്ടർ ഓൺ ദ ലൈൻ, അല്ലെങ്കിൽ ദേ ആർ പുട്ടിങ് ദെയർ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസ് ഓൺ ദ ലൈൻ, ക്യാരക്ടർ ഓൺ ദ ലൈൻ. ആ രീതിയിൽ അവർ അങ്ങനെ എന്താ പറയണ അതിനെ ഇത് ചെയ്യുക, റിസ്ക് എടുക്കുന്നതാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും ബെനിഫിറ്റ്, എന്തെങ്കിലും മോട്ടിവേഷൻ ഉണ്ടോ? ഒന്ന് മോണിറ്ററി മോട്ടിവേഷൻ, പിന്നെ ഇതുപോലെ പബ്ലിക് പോപ്പുലാരിറ്റി എന്നുള്ള മോട്ടിവേഷൻ, ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒരു ഇങ്ങനെ വന്നാലും എനിക്ക് തോന്നുന്നു ഇതേ പല വെറൈറ്റി ആൾക്കാരെ കൊണ്ടുവന്നിടത്ത് താമസിപ്പിക്കാൻ എന്തായാലും ഒരു വഴക്ക് ഉറപ്പാണല്ലോ. ആരെങ്കിലും ആരുടെയൊക്കെ വഴക്കിടും, അതിനെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുക. ഇപ്പം ഞങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ ഈ പ്രോഗ്രാം കാണരുതെന്ന്, ചോദിച്ചാൽ കാണരുത് തന്നെ പറയും. പക്ഷെ കാണുന്നവരാണെങ്കിലും നിങ്ങൾ ഒന്നുകൂടെ റീതിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും എന്താണ് വാല്യൂ അഡീഷൻ ഇതിൽ നിന്ന് കിട്ടുന്നത്. നമുക്കത് കണ്ടിട്ട് എന്ത് വാല്യൂ അഡീഷൻ കിട്ടും? നമ്മുടെ ടൈം വേസ്റ്റ് ആവുകയാണോ അതോ എന്തെങ്കിലും വാല്യൂ അഡീഷൻ കിട്ടുന്നുണ്ടോ? ഇപ്പം പല റിയാലിറ്റി ഷോസ് ഉണ്ട്, ചിലത് ഇപ്പം മ്യൂസിക്കിൻ്റെ, ഡാൻസിൻ്റെ, ഇതിനൊക്കെ നമുക്കൊരു വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ സ്റ്റോറീസ് കേട്ടിട്ട് മോട്ടിവേറ്റഡ് ആവും. ഇപ്പോൾ ഇവരുടെ സ്റ്റോറീസ് കേട്ട് മോട്ടിവേറ്റഡ് ആവുകയാണോ അതോ നമുക്ക് കൂടുതൽ ആങ്കറും ഹേറ്റ്രഡും ഈ വക ഇമോഷൻസ് ആണ് ഇവോക്ക് ആവുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. അതെ, അപ്പോൾ ബിഗ് ബോസ് കാണുന്ന എല്ലാവരും ഞങ്ങൾ ബിഗ് ബോസിന് എതിരോ അല്ലെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും പറഞ്ഞത് ഈ പ്രോഗ്രാം നിർത്തിക്കുന്നത് വിചാരിച്ചിട്ട് പറയുന്നതല്ല. ഇപ്പൊ മാത്രമല്ല, കഴിഞ്ഞ കുറെ വർഷമായിട്ട് ഈ പ്രോഗ്രാം എവറി ഇയർ വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നാറുണ്ട് എന്തിനാണ് ഈ പ്രോഗ്രാം തോന്നിച്ചിട്ട്. അത് ഈ കൂടുതൽ ഇത് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മിക്സ് ഉള്ളതുകൊണ്ടാണ്, ഈ ഒരു ഫോമിൽ ഉള്ളതുകൊണ്ടാണ് വർക്ക് ചെയ്യണത്. പിന്നെ അല്ലാതെ തന്നെ ഒരു മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് പല കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ബ്രാൻഡ്സ് അത്രയും സ്പോൺസർഷിപ്സും അത്രയും മണി അതിലോട്ട് ഇറക്കുന്നത്, കാരണം അത്ര വാല്യൂ ഉണ്ട്. ബിക്കോസ് ഏത് ലാംഗ്വേജിൽ നോക്കിയാലും നല്ല സീനിയർ ആയിട്ടുള്ള നല്ല ആർട്ടിസ്റ്റോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളായിരിക്കും എപ്പോഴും ഇതിന്റെ ഹോസ്റ്റ്. അതെ, അപ്പോൾ അവർ ഡെഫിനറ്റ്ലി അറിയാമല്ലോ അവർക്ക് ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നിട്ടും അവരത് എടുക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം അതുകൊണ്ടുള്ളതുകൊണ്ട്. അതെ, തമിഴിൽ കമൽഹാസൻ, ഹിന്ദിയിൽ സൽമാൻ ഖാൻ ഒക്കെ ഹൈ പെയ്ഡ് ആക്ടേഴ്സ് മാത്രമാണ് ഇതിന് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്ര ഐബോൾസ് അത് അട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പെർസ്പെക്റ്റീവ്. വി ആർ നോട്ട് കണ്ടംനിങ് ദ ഷോ. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം, കാരണം ഇത് ഒരു പ്ലാറ്റ്ഫോം, ഒരു ചാനൽ അത് തന്നെ പുറത്തു വിടുന്നു. അത് അവരും പറയുന്നില്ല നിങ്ങൾ കണ്ടേ പറ്റൂ, കാണാമെന്നുള്ളവർക്ക് കാണാം. പക്ഷേ ഇത് എവിടെയോ എന്തോ ഒരു കാര്യങ്ങൾ ട്രിഗർ ചെയ്യുന്നു. സം ഫോർമുല ഇസ് വർക്കിംഗ്, ദിസ് ഇസ് ദാറ്റ് ഫോർമുല ദാറ്റ് ഇസ് വർക്കിംഗ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇറ്റ് വിൽ നെവർ, എനിക്ക് തോന്നുന്നില്ല അത് ഒരിക്കലും അടച്ചുപൂട്ടും എന്നുള്ളത്, അൺലെസ് സംതിങ് വെരി ട്രാജിക് ഹാപ്പൻസ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ടിൽ ദെൻ ബൈ.